എടാ എടാ കൊച്ചേ കേൾക്കാത്തോണ്ടോ മുന്തപ്പൻ എന്താമേ നീ ആ സാധനം ഇടക്കെങ്കിലും ഒന്ന് എടുത്ത് മാറ്റ്, അല്ലെങ്കിൽ നിന്റെ ചെവിട്ട് പൊട്ടിപ്പോവും ചെക്ക. ഇവിടെ മനുഷ്യനാകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അമ്മയുടെ ഒരു അയ്യോ ഇത് പറ്റി എന്റെ മോനാകെ വിഷമം. ഇന്നലെ ഞങ്ങളുടെ ബാൻഡിന്റെ ഫസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു. അയ്യോ അത് ചോദിക്കാൻ മറന്നുപോയി അമ്മ. എന്നിട്ട് എന്തായി? അതെല്ലാരും അവിടെ കൂവി കൊളവാക്കിയമ്മേ. നീ എന്നെ നോക്കണ്ട. എടാ ആദ്യ തലയൊക്കെ ഒന്ന് മെനയാക്കിട്ടുണ്ടെങ്കിൽ എല്ലാം തീരും. നിന്റെ കൂടെ ഉള്ളത് ഈ ജാതിയല്ലേ. അമ്മ ഈ മുടിക്ക് എന്താമേ കുഴപ്പം? മനുഷ്യന് കൊതിയാണ് ഒന്ന് കുളിച്ച് മെനക്ക് നടക്കണ കാണാൻ. അമ്മ ഞാൻ കുളിക്കുന്നില്ല അമ്മ കണ്ട. നിനക്ക് ഈ മുടിയൊക്കെ വെട്ടി ഒന്ന് മെനക്ക് നടക്കാൻ വേണ്ടിട്ട് പൈസ വല്ലതും തന്നെ ഞാൻ. അമ്മയുടെ കാര്യം പറഞ്ഞാല് നാളെ ലക്ഷ്മി ചേച്ചി ചോദിച്ചപ്പോ മനുഷ്യൻ നാണം കിട്ടുപോയി. എന്ത് ചോദിച്ചു? അവര് ചോദിക്കണ ശ്യാമള എന്ത് കാണിച്ചാടി നിന്റെ മോൻ നടക്കണം, അവനൊന്ന് മെനക്ക് നടന്നാൽ എന്താന്ന്. അവരുടെയൊക്കെ മക്കൾ നടക്കണം നീ കണ്ടിട്ടുണ്ടാ? നല്ല മെനക്ക് പാൻറ്റൊക്കെ തേച്ച് ഷർട്ടൊക്കെ ഇട്ട് മുടിയൊക്കെ ഒതുക്കി എന്ത് രസമാണ് കാണാൻ. അമ്മ ഈ ലക്ഷ്മി ചേച്ചിയുടെ മോന്റെ കാര്യമൊന്നും പറയൊന്നും വേണ്ട. അവന് ഞാൻ ഒരുമിച്ചല്ല ഡിഗ്രി എക്സാം എഴുതിയത്. എന്നിട്ട് അവൻ പാസ്സായോ? ഇല്ലല്ലോ. ഞാൻ പാസ്സായില്ലേ? അപ്പൊ ഈ വസ്ത്രത്തിലും മുടിയിലൊന്നും അല്ലെന്ന കാര്യം. ആടാ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോ നീ 4 ചോദ്യം ഇങ്ങോട്ട് ചോദിക്കി. അപ്പൊ പിന്നെ ഞാനൊന്നും പറയില്ലല്ലോ. കുളിക്കേയില്ല നനക്കേയില്ല. അവൻ വന്ന് ചായ കുടിച്ചിട്ട് വയ്ക്കേ. അമ്മ എന്നെ കൂട്ടുകാർ കാത്തിരിക്കാമോ അവിടെ? എവിടെ കൂട്ടുകാർ കാത്തിരിക്കണം? അവന്മാര് പാതിര വരെ അവിടെ ഉണ്ടാവും. ഇല്ല ചായ കുടിച്ചിട്ട് പോ. അമ്മ ഞാൻ ഇപ്പൊ വരാം. അമ്മരെ കണ്ടിട്ട് ഇപ്പൊ വന്നേക്കാം. നിനക്ക് എന്താണ് 24 മണിക്കൂർ സർക്കിട്ട്? ദേ എല്ലാ ദിവസവും പോലെ പാതിരാത്രിക്കാണ് ഇന്നും കയറി വന്നെങ്കിൽ എന്റെ മോനെ നിറയത്ത് കിടക്കൂട്ടാ. പാട്ടും കൂത്തും മേളം തന്നെ ചെക്കന്. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. എന്താണ് ബ്രോ ഈ പഴയ പാട്ട് ഇതേ പടീനെ എടുത്ത് പാടുന്നത്? എന്താണ് ബ്രോ ഈ പറയണ? നമ്മ ഈ പഴയ സ്റ്റൈൽ സാധനം ഉണ്ടല്ലോ, ഇത് നമ്മ നൈസായിട്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യണേന്ന്. എങ്ങനെ? നമുക്ക് വേറെ സ്റ്റൈലിലേക്ക് കൺവേർട്ട് ചെയ്യണം. നൈസായിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ സാധനം ഇതിന്റെ ഒരു ഹമ്മിങ്ങിൽ തുടങ്ങണ. നമ്മ ഒരു ഹമ്മിങ്ങിലാണ്ടാ തുടങ്ങണം. ജസ്റ്റ് ബേസ് ഗിറ്റാർ മാത്രമേ ഉള്ളൂ കേട്ടാ. അതിന്റെ സ്റ്റൈൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പോണേന്നു. ഓ ഈ സാധനം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോ ബേസിൽ നിങ്ങ പാടില്ല പാടില്ല ഒന്ന് തട്ട് തട്ട് സാധനം തട്ട്. പാടില്ല പാടില്ല നമ്മെ നമ്മെ ഈ സാധനം പിടിച്ചോട്ടാ. ഈ സാധനം പിടിച്ചോട്ടാ. പാടില്ല പാടില്ല നമ്മെ നമ്മെ പാടി മാറൊന്നും ചെയ്തു കൂടാ. കാനന ചായയിലാടുമേക്കാം ഞാനും വരട്ടെയോ നിന്റെ കൂടെ. സാധനം ചെറുതായിട്ട് സാധനം ഓഡിയൻസിന്റെ കയറി പിടിക്കും വേണ്ടല്ല. ക്ലാപ്സ് ആണ്. ഈ സാധനം തട്ടിക്കോ. ഇത് ഫസ്റ്റ് പ്രോഗ്രാം ഈ സാധനം തട്ടിക്കോ. ഇത് നടക്കൂല. ഇത് ജനങ്ങളുടെ ഇടയിൽ യേശുരാണ്. ദേ വന്ന് നെഗറ്റീവ് വന്നിട്ടാ. ഞാൻ പറഞ്ഞാണ് ഞാൻ ഈ കാസർഗോഡ് സ്റ്റൈലും കൂടി ഇങ്ങോട്ട് വരില്ലേട്ടാ. ഉള്ള കാര്യം പറഞ്ഞാൽ ഇത് കൊച്ചിയാണ് സാധനം. ഇല്ല ആൾക്കാർ ഇഷ്ടപ്പെടണ്ടേന്ന് പറഞ്ഞാൽ എങ്ങനെ ഇത് നമ്മൾ ഇഷ്ടപ്പെടുപ്പിക്കണേന്ന്. നമ്മ പാടി പാടി അവരെ അങ്ങോട്ട് ഇഷ്ടപ്പെടിപ്പിക്കണം. എന്റെ ചെയ്തു ബ്രോ അറിയാണ്ട് 2 പരിപാടിക്ക് അടി കിട്ടിയത്. എടാ അതൊക്കെ തുടക്കത്തിലല്ലേ. നമ്മ ഇങ്ങനെ തന്നെ അടികൊണ്ടൊക്കെ തന്നെയാണ് ശരിയാവണത്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? പുതിയ പാട്ടൊന്നും എടുത്തിട്ട് ഒരു കാര്യമില്ല. ഇടക്കീറി കളവിട്ട ആളുകൾ. നമ്മ ഇപ്പൊ ഏറ്റവും നല്ല ഇതാണ് പഴയ ഓൾഡ് നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ സംഭവങ്ങൾ ഇങ്ങനെ നൈസായിട്ട് എടുത്തിട്ട് ഒന്നില്ലെങ്കിൽ സ്ലോ ആക്കണം അല്ലെങ്കിൽ സ്പീഡ് ആക്കണം. കറക്റ്റ് സാധനത്തിൽ പോയിരുന്നു നമ്മ കറക്റ്റ് അല്ലല്ലോ. പിച്ച് മാറ്റി പിടിക്കണം. പിച്ച് എല്ലാ സാധനം മാറ്റി പിടിക്കണം. ആ സോങ് അല്ല അങ്ങോട്ട് തോന്നിക്കുന്ന രീതിയിൽ ആ സോങ് തന്നെ പാടണം. ഇവിടെയാണ് കഴിവ്. നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കണ്ടല്ല, എല്ലാവരും ഉണ്ടാക്കി വെച്ചിട്ടല്ല. ഈ സാധനം ചെറുതായിട്ടൊന്ന് കേടുവരുത്തിയാൽ അല്ല ഒന്ന് നൈസായിട്ട് ഒന്ന് മാറ്റിയാൽ മതി. ആ സാധനം കുഴപ്പമില്ല. അത് നോക്കിയടാ നോക്കിയാ നിന്റെ കൂടെ. സാധനമാണ്
ഇത് ബോറാണ്. എന്താണ് ഇതാണ് ഈ വയസ്സന്മാരെ നമ്മുടെ കൂടെ കൂട്ടണത് ഞാൻ പറഞ്ഞത്. ഇത് സാധനം വിചാരിച്ചത് പഴയ ഹിപ്പിയുടെ കാലത്ത് മ്യൂസ് ചെയ്തിട്ടുള്ള സാധനം തട്ടി കൊടുത്ത സുമേഷേട്ടാ തട്ടി കൊടുക്ക. പിന്നെ ഇട് ഇട് എന്തോ ഒരു പിടുത്തം. ഒരു കുഴപ്പമില്ലാന്ന് ചുമ്മാ നിന്നാണ്. വേറെ ഒരു കുഴപ്പമില്ല. വേറെ നിന്നാ ഇത് പോരെ. ഈ സാധനത്തിനൊക്കെ എങ്ങനെയാണ് ഒഴിവാക്കണ? ഇല്ല വലിയ സാധനം തരണം. അടുത്ത കോൺട്രിബ്യൂഷൻ ആരാണ്? എന്താണോ ഇവിടെ വാ. എന്താ നിങ്ങളെ ഓരോന്നിന്റെ താടിയും മുടിയും കണ്ടാ മതി. എന്താവിടെ പരിപാടി ഇങ്ങടെ? ഞങ്ങ പാട്ട് പ്രാക്ടീസ് ചെയ്യണേണ്. എന്തേ പാട്ട് പ്രാക്ടീസ് ചെയ്യണേണ്. എടാ പാട്ടും കൂത്തും അതൊക്കെ നിങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലത്ത് പോയിട്ട് ചെയ്യണം. ഈ പൊതു സ്ഥലത്ത് വന്നിരുന്ന ടീമൊക്കെ തമ്മാടിത്തരം കാണിക്കാൻ പാടുവോ? ഞങ്ങ ഇരിക്കാറുള്ള സ്ഥലമാണ് ഞങ്ങളെ. ഇരിക്കാറുണ്ടെന്ന് പറഞ്ഞാ പാട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇരിക്കാറ്. ഞങ്ങൾക്ക് ബാൻഡ് ഉണ്ടേ. എന്നാ ആ വക പരിപാടി ഇവിടെ നടക്കില്ല. അതാ ഞാൻ പറഞ്ഞത് കേട്ടാ. ഇവിടെ അടുത്ത വീടുകളിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. എന്റെ വീടാണിത്. ഇവിടെ 2 പെൺകുട്ടികളുണ്ട്. ഇവർക്ക് പുറത്തുകൂടെ ഇറങ്ങി നടക്കൊന്നും വേണ്ടേ? എനിക്കറിയാം ഞങ്ങളെ മണ്ടുന്റെ വീടല്ലേ. മണ്ണൂന്റെ വീടാണെങ്കിൽ മണ്ടുന്റെ അച്ഛനല്ലേ. അച്ഛനാണെങ്കിൽ എന്താണ്? ഇല്ല ഞങ്ങ ചങ്ക് ബ്രോണ്. ഞങ്ങ ക്ലാസ്മേറ്റ്സ് ആണ്. ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ ഈ കിണറിന്റെ മുകളിൽ വന്നിരുന്ന ടീമൊക്കെ കസർത്ത് പാടില്ല എന്ന്. ആരോടാ ഞാൻ പറഞ്ഞത്? ആർക്കറിയാം? ഒക്കെ ഒരുപോലല്ലേ. എന്നെ മനസ്സിലായില്ലേ? ഏതാ ഉണ്ണി? ഏതുണ്ണി? രാമേട്ടന്റെ മോൻ. എന്ത് രാമ? ഏത് രാമനാടോ? നിങ്ങളുടെ വീട്ടിൽ തേങ്ങ ഒരുക്കുന്നത് രാമേട്ടന്റെ മോൻ. കാസർഗോഡ് രാമേട്ടന്റെ മോനെ ചുമ്മാരിക്കും. ഒരു കാര്യം ഞാൻ പറയാം. ഇനി മേലാൽ ഈ കിണറിന്റെ മുകളിൽ വന്നിരുന്നിട്ടുള്ള ഈ തോന്നിയാസം കാണിക്കലുണ്ടല്ലോ, ഇനി അത് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. അങ്ങനെ പറയല്ല. ഞങ്ങൾ ശല്യത്തിനൊന്നും ശല്യം ഉണ്ടോ? നിങ്ങളെ കൊണ്ട് വലിയ ശല്യമുണ്ട്. അതല്ലേ പറയണത്? ഞങ്ങൾ എന്ത് ചെയ്ത്? അങ്ങനെ എന്ത് ശല്യം ചെയ്തു? നിങ്ങൾ വലിയ ശല്യക്കാരനാണെന്ന് ഈ റെസിഡൻസ് അസോസിയേഷൻകാർ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. അത് നിങ്ങളോട് പറഞ്ഞിട്ടാണോ തീരുമാനം എടുക്കണത്? ആണോ? തനിക്കൊക്കെ നാണുണ്ടോ? എന്റെ അച്ഛനാവാനുള്ള പ്രായമില്ല എനിക്ക് ഇല്ലേ? ഉള്ള പല്ല് കടിച്ച് സീനാക്കണ്ട. ഞങ്ങളെ അച്ഛനാണ് വെറുതെ സീനാക്കണേന്ന്. ഞാൻ എന്തിനാ ബഹളം ഉണ്ടാക്കണമെന്നോ? ഈ കിണറിന്റെ മുകളിൽ ഇരുന്ന് ടീമൊക്കെ കസർത്തുകൾ കാണിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യണം? പാട്ട് പ്രാക്ടീസിനായിരുന്നു. അച്ഛ അങ്ങനെ പറയല്ലേ അച്ഛാ. കഴിഞ്ഞ പരിപാടിക്ക് പോയിട്ട് തല്ലും കൊണ്ട് വന്നേക്കാ പൊട്ടപ്പാര്. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇത് പെൺകുട്ടികൾ നടന്നു പോകുന്ന വഴിയാണെന്ന്. ഈ വക താടി മുടി നീട്ടി വളർത്തിയിട്ടുള്ള കോമാളികൾ ഇവിടെ വന്നിരുന്ന കസർത്ത് കാണിക്കാൻ പാടുവോ? ഞങ്ങൾ ശല്യത്തിനൊന്നും കള്ളല്ല. എടോ നിങ്ങളെ കൊണ്ട് ശല്യം ഉണ്ടെന്ന്. അച്ഛ അവര് എന്റെ ഫ്രണ്ട്സ്. അങ്ങനെ പറയല്ലേ. അവര് പാട്ട് പാടുന്നുണ്ടെന്നല്ലേ ഉള്ളൂ. വേറെ ഒരു കുഴപ്പമില്ല. കേറി പൊടിയാത്ത് ഞങ്ങളെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണേ. ഞങ്ങൾ പോയിക്കോളാം. നിങ്ങളെ ഈ പ്രദേശത്തെങ്ങാനും കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ എന്താ വേണ്ടത് എനിക്കറിയാം കേട്ടാ. തോടി മുടി നീട്ടി വളർത്തിട്ട് ഓരോ കഴുതകള് കൂളിക്കൂല പതികള്. കേട്ടല്ല, ഞാൻ എപ്പോഴും പറയാനുള്ളതാണ് കുളിച്ചിട്ട് പുറത്തിറങ്ങണോട്ടാന്ന്. അത് ഞാൻ കുളിക്കാത്ത കാര്യം ഇയാളെങ്ങനെയാണ്? ഞങ്ങൾക്കറിയണം. ഒരാള് കുളിക്കാത്തറിഞ്ഞപ്പോ എല്ലാം അറിയണ്ട. ഞാൻ പോയി 2 കൊടുക്കട്ടെ. വേണ്ടപ്പോ ഇവിടുത്തെ പട്ടിണി കിടക്കണതിനാണ്. അച്ഛൻ തേങ്ങണ സ്ഥലമല്ലേ. നീ ഇപ്പോഴും യോ പറഞ്ഞാ ഇതായോ ഇല്ല. അയ്യോ പറഞ്ഞത് ഞങ്ങ പോണേ. എന്താ നിങ്ങളോട് പറഞ്ഞത്? ഇല്ല പോണേ. എന്താ വാടാ സീനാക്കണ്ടവാ. നിങ്ങള് എന്നാ പോകാൻ സീനാക്കണ്ടവാ. എവിടെ പോയി ഇരിക്കണ? വേറെ സ്ഥലമില്ലല്ലോ. ഇങ്ങോട്ട് വായി വഴിക്ക് കാണിച്ചു തരാം ഞാൻ. എന്താ സാറേ ഇത്? നീ മലയാളിയാണോ ബംഗാളിയാണോ? മലയാളി സാറേ. ഓ
എന്ത് കോലോടെ ഇത്? എന്താ സാറേ കൊലത്തിന് കുഴപ്പം? എന്താടാ ഇത്? അത് ഹെഡ്ഫോൺ ഇതൊക്കെ വെച്ചിട്ട് റോഡിൽ കൂടെ ഇത് വെച്ചിട്ട് നടന്ന വേറെ വണ്ടി വന്നാ നീ അറിയോ? അല്ല, ഞാൻ സൈഡ് കയറി നടക്കുന്നത് ഇതിലെ. സൈഡ് കയറി നടക്കുന്ന ആ ഇതെന്താണ് ഇത്? മുടി മുടി അപ്പൊ ഇതാ തൊപ്പി. തൊപ്പിയ സാറ് ചോദിക്കുന്ന മറുപടി പറയണം. ഇത് നിനക്ക് മുടി കെട്ടാൻ സമയത്താണോ പൈസ എല്ലാം കിട്ടണം? ഞങ്ങൾക്കൊരു ബാൻഡ് ഉണ്ട് സാർ, അതിന് വേണ്ടി വളർത്തുന്നതാണ് മുടി ഇങ്ങനെ. ഓ, അതെ, മുടി വെച്ചാണ് നീ കൊട്ടണ ബാൻഡ്? അല്ല, ഞങ്ങൾ മുടി വളർത്തുന്ന ഒരു മോഡേൺ വേണ്ടിയിട്ട് വളർത്തുന്നതാണ്. മുടി വളർത്തിയാലേ പാട്ട് വരുവുള്ള ഉള്ളിന്ന്. എന്താടാ ബാൻഡിന്റെ ഒരു മോഡേൺ ആണ്. ബാൻഡിന്റെ എന്ന് പറഞ്ഞത് നീ പോലെ കുറെ എന്ത് തോന്നിയാസം കാണിക്കാൻ പറഞ്ഞ നടപ്പുണ്ട്. താടി മുടിയും വളർത്തിയിട്ട് അവന്റെ സാറേ അതിനിപ്പോ ഞങ്ങൾ എന്ത് തോന്നിയ ദിവസം കാണിച്ചേ? ഇത് മറ്റേ മരുന്ന് പിള്ളേരുടെ ജംഗ്ഷനാണ്, ഇവൻ അതിൽപ്പെട്ടതാണ്. ഒന്ന് പൊക്കിയാലോ? എന്ത് മരുന്ന് നിനക്കറിയില്ലടാ? ഇല്ല മരുന്ന് നിനക്കറിയില്ലടാ? ഇല്ല സാറേ, എന്ത് സാറേ മുഖം കണ്ടാല് മരുന്ന് വെക്കണാണെന്ന്. ഇങ്ങോട്ട് വന്നേ, നീ ഇങ്ങോട്ട് വന്നേ. എന്താ നോക്കിയാ കവറില് വൃത്തികേടാ, നീ ആ പൊതിയണ്ടാ നോക്കട്ടാ. ഇതിലും വലിയ വൃത്തികേട് എന്താണ്? ഈ കോലത്തിനൊരു വൃത്തികേടില്ലടാ. സാറേ ഞാൻ മര്യാദക്കല്ല സാറേ മര്യാദ? ഞാനിപ്പോ അവിടെ നിന്ന് വന്നപ്പോ എന്താ തെറ്റിയത് സാറേ? ഈ തെറ്റെന്താണെന്ന് അറിയണം. നീ വർത്താനം പറയല്ലേ, വിടറാ. സാറേ ഡ്രസ്സാണ് എന്താടാ ഇത്? ഡ്രസ്സാണ്. എന്താ ഡ്രസ് ഇത്? എന്താടാ ഇത്? ഇത് ആൾക്കാർ ഇടുന്ന സാധനമാണോ ഇതൊക്കെ? സാർ എങ്ങനെ നിലത്തിടല്ലേ സാർ? ഇതെന്തിനാ എങ്ങനെ നിലത്തിടുന്നത്? ഇത് എവിടെ പോയി മേടിക്കേണ്ടത്? എവിടെ പോയാ നീ ഏതൊക്കെ മേടിക്കണം? എന്റെ പേരെന്താടാ? എന്റെ പേര് ടിപ്പു. ടിപ്പുവോ? കൊള്ളാം. ഈ കോലത്തിന് പറ്റിയ പേര്. പട്ടിയുടെ കൂട്ട് തന്നെ ഉണ്ട്. എന്റെ വീട്ടിൽ തന്തേന്നൊക്കെ ഉണ്ട് സാറേ. ഉണ്ടോ? ഉണ്ട്. എന്ത് ചെയ്യണ് തന്ത? അച്ഛനില്ല സാർ, അച്ഛൻ പോയി. ഓ, അതിന്റെ കുറവായി ഈ കാണുന്നത്. അമ്മ എന്ത് ചെയ്യണം? അമ്മ വീട്ടു ജോലിയാണ്, അവിടെ വീട്ടിലുണ്ട്. അടുക്കള പണി അല്ലേ? അതെ. എങ്ങനെ പോയി അടുക്കള പോയി എല്ലാം പണി ചെയ്ത് അവരുണ്ടാക്കണത് നീ ഇങ്ങനെ കോലം കെട്ട് നടക്കാണ്. എന്ത് കോലം കെട്ടത് സാറൊക്കെ പറയുന്നേ? എന്ത് കോലം കെട്ടുന്നു? സാറ് ചുമ്മാ തല്ലല്ലേ സാറേ? എന്തിനാ തല്ലുന്നേ, വെറുതെ നോവിക്കുന്നേ? സാറേ കണ്ടാ മറ്റേ കാല് നോക്കി, ഇവൻ ചങ്ങലയും പൊട്ടിച്ച് വന്നേക്കാനും കണ്ടെന്ന്. എന്തോന്നാടാ ഇത്? ഇതെന്താടാ? എന്താടാ ഇത്? അത് ചെയിനാണ് സാറേ. ചെയിനോ? ചെയിൻ. ആ എന്താടാ ഇതൊക്കെ ഇടണേ? സാറേ നോവിക്കല്ലേ സാറേ? ആ. ഓ, അപ്പൊ കൂലിത്തല്ലും കൊട്ടേഷനൊക്കെ ഉണ്ടല്ലേ? സാറേ ചില്ല് വീണതാണ്. അടിവാളിന് വെട്ടിയൊക്കെയാണല്ലോ. അല്ല സാറേ, ചില്ല് വീണ തന്നെയാ. ഇതാണ്ട ഇവിടെ ഉണ്ടല്ലോ. ഇതെന്താടാ? അത് ആക്സിഡന്റ് പറ്റിയ ബൈക്ക് ആക്സിഡന്റ് പറ്റിയതാണ്. ബൈക്കിൽ നിന്ന് മാല പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോ ബൈക്കിൽ നിന്ന് വീണതല്ലേ? സാറേ എന്താ ഇങ്ങനെയൊക്കെ പറയണ? സാറേ കാര്യം പറ സാറേ. സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞോളാം. നിനക്ക് കാര്യം അറിയണോ? നിനക്ക് സാറേ സ്റ്റേഷനിൽ പോയിട്ട് മുഴുവൻ കഥ പറഞ്ഞുതരാം. വണ്ടി എടുക്ക്. പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ആത്മഹത്യ ചെയ്തു. മുടി നീട്ടി വളർത്തിയതിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. യുവാവിനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതാണ് ആത്മഹത്യ ചെയ്യാൻ കാരണമായത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. മോനെ, നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ഞാൻ കുറെ വൈകിട്ടാണോ മനസ്സിലാക്കിയത്. ആളുകളുടെ രൂപത്തിലും ഭാവത്തിലും നല്ല പ്രവൃത്തി തന്നെയാണ് കാര്യം. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പോണ്ടത് പോയില്ലേ.
ഇനി ഇവിടെ പൈസക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. ഇപ്പൊ ഒന്നും ആവശ്യങ്ങളില്ല അച്ഛാ. ഞങ്ങള് കൂട്ടുകാരൊക്കെ കൂടി അത്യാവശ്യങ്ങളുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ പോലെ വേറെ കുറച്ച് കൂട്ടുകാര് അമ്മയുടെ അക്കൗണ്ടിലേക്ക് പൈസ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യമൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാനവിടെ ഇറങ്ങട്ടെ. ഓ ശരി. വിഷമിച്ചിട്ടുണ്ടാവും. കുട്ടീന്റെ അമ്മ എവിടെയുള്ളത്? അതുണ്ട്. പോയി കണ്ട രാഘട്ട അവിടെ നിൽക്കിട്ടാ.